വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിന്നപ്പോഴും തന്റെ രാഷ്ട്രീയം ശക്തമായി ഉയർത്തിപ്പിടിച്ച നടനായിരുന്നു സലിംകുമാർ. കോൺഗ്രസിന്റെ സാംസ്കാരിക മുഖങ്ങളിൽ പ്രധാനി. ഒരു കാലത്തും തള്ളിപ്പറയാത്ത അചഞ്ചലമായ പാർട്ടി കൂറിന്റെ പേരുകൂടിയായിരുന്നു സലിംകുമാർ. ഞാൻ ജനിച്ചത് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ്. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. പലവട്ടം ഞാൻ പറഞ്ഞതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ലീഡർ കെ കരുണാകരന് നോട്ടുമാലയിട്ട് ആരംഭിച്ചതാണ് സലിംകുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. പറവൂരിലെ ചിറ്റാറ്റുകരയ്ക്ക് പണ്ടൊരു വിളിപ്പേരുണ്ടായിരുന്നു, മോസ്കോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പാറിപ്പറന്ന മണ്ണിൽ സഹോദരനയ്യപ്പന്റെ കടുത്ത അനുയായിയായ ഗംഗാധരൻ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയേന്തി നിന്നു. അയാളുടെ ഏറ്റവും ഇളയ മകനും അതേ പതാക എടുത്തുയർത്തി. ക്യാമ്പസിൽ KSUക്കാരനായി. നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടതു കുത്തകയായിരുന്ന കാലത്ത് കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി അയാൾ നാടകം കളിച്ചു. വെള്ളിത്തിരയിൽ തിരക്കുള്ള താരമായി മാറിയപ്പോഴും തന്റെ രാഷ്ട്രീയം മറച്ചുവെച്ചില്ല. കോൺഗ്രസിന് വേണ്ടി തൊണ്ട പൊട്ടി പ്രചാരണം നടത്തിയ കാലം ഓർത്തെടുത്തപ്പോഴെല്ലാം വേദികളിൽ ആ കലാകാരൻ ആവേശഭരിതനായി. കെ കരുണാകരന്റെ പ്രസംഗം കേട്ടാണ് കൊടി പിടിച്ചതെന്നും പണ്ടൊരിക്കൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടന്ന നാളിൽ ലീഡർ വിളിച്ച് ഏറെ നേരം സംസാരിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വേദികളിൽ വാചാലനായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായിട്ടും ഒരിക്കൽ പോലും സ്ഥാനങ്ങൾക്ക് വേണ്ടി എവിടെയും കാത്തുനിന്നില്ല. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. സിനിമാ രംഗത്തെ അടുത്ത സുഹൃത്തുക്കളിൽ പലരും ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരത്തിനിറങ്ങിയപ്പോഴും തന്റെ രാഷ്ട്രീയത്തിന് എതിരു നിൽക്കുന്ന ഒരാൾക്കു വേണ്ടിയും പ്രചാരണത്തിന് പോയില്ല സലിംകുമാർ. പറവൂരിൽ കാലുകുത്തിയ നാൾ മുതൽ വി ഡി സതീശന്റെ കരുത്തായി. അതുകൊണ്ടാണ് സലിംകുമാറിന്റെ കുടുംബം തന്റേതു കൂടിയാണെന്ന് വി ഡി സതീശൻ പറയുന്നത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. മരണത്തെ ഭയന്നിരുന്നില്ല സലിംകുമാർ. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായ സമയത്തെല്ലാം ഒരാഗ്രഹം ആവർത്തിച്ചു. മരിച്ചു കിടക്കുമ്പോൾ പാർട്ടി പതാക പുതച്ച് യാത്രയാകണം. നോവിന്റെ പെരുമഴ പെയ്തിറങ്ങി നനഞ്ഞുപോയ ഈ ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ത്രിവർണ പതാക പുതപ്പിച്ച് നെഞ്ചുകലങ്ങി ആ മനുഷ്യനെ യാത്രയാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.